അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1162. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, മുസ്ലിം റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമ ഖാൽ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അലൈക്കും ബിസ്സുദ്ഖി, നിങ്ങൾ സത്യസന്ധത മുറുകെ പിടിക്കണം. സത്യം മാത്രമേ നിങ്ങൾ പറയാവൂ. നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഒക്കെ സത്യമായിരിക്കും. ഫഇന്ന സുദ്ഖ യഹ്ദി ഇലൽ ബിർ, നിശ്ചയം സത്യസന്ധത അത് നന്മയിലേക്ക് അവനെ ചേർക്കും. ബിർ എന്ന് പറഞ്ഞാൽ ധാരാളം നന്മകൾ ചെയ്യാൻ തൗഫീഖ് ലഭിക്കും, അതിലേക്ക് അവനെ ചേർക്കും. വഇന്നൽ ബിർ യഹ്ദി ഇലൽ ജന്ന, നിശ്ചയം നന്മകൾ അത് അവനെ സ്വർഗത്തിലേക്ക് ചേർക്കും. വമാ യസാലു റജുൽ യസ്ദുഖു വയതഹറ സിദ്ഖ, ഒരാൾ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും, സത്യത്തിന്റെ കാര്യം പ്രത്യേകം പരിഗണിച്ച് സൂക്ഷിക്കും. അത്തരം ആളുകൾ ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, അല്ലാഹുവിന്റെ അടുക്കൽ അവനെ കുറിച്ച് സിദ്ദീഖ് എന്ന് എഴുതപ്പെടുന്നവരെ, അവൻ അല്ലാഹുവിന്റെ അടുക്കൽ സിദ്ദീഖായിരിക്കും. അവന്റെ പ്രവൃത്തിയിലും ചിന്തയിലും വാക്കിലും എല്ലാം സത്യസന്ധ. അത് മുറുകെ പിടിക്കുന്നവൻ, അത് കൂടുതൽ പരിഗണിച്ച്, കളവ് വരുന്നത് വളരെ സൂക്ഷിച്ച് സത്യം മാത്രം പറയുന്നവൻ അള്ളാഹുവിന്റെ അടുക്കൽ സിദ്ദീഖാണ്. വഇയ്യാകും വൽ കദിബ, നിങ്ങൾ കളവ് സൂക്ഷിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ കളവ് പറയരുത്, തമാശക്ക് പോലും കളവ് പറയരുത്. ഫഇന്നൽ കദിബ യഹ്ദി അൽ ഫുജൂർ, കളവ് അത് തിന്മയിലേക്കാണ് അവനെ ചേർക്കുക, തമ്മാടിത്തരത്തിലേക്ക് അവനെ ചേർക്കും. വൈനൽ ഫുജൂർ യഹ്ദി അന്നാർ, തിന്മ ചെയ്യുന്നവൻ, തമ്മാടിത്തരം ചെയ്യുന്നവൻ നരകത്തിലേക്കാണ് അവനെ ചേർക്കുക. വമാ യസാലു റജുൽ യക്ദിബു, അവൻ കളവ് പറയും. യതഹറൽ കദിബ, അവൻ കളവ് ഒരു പ്രശ്നേ അല്ല, അവൻ കളവ് പറയുന്നത് ഒരു ബേജാറുമില്ല, എപ്പോഴും കളവ് പതിവാക്കുന്നവൻ. ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, അല്ലാഹുവിന്റെ അടുക്കൽ അവനെ കുറിച്ച് കദ്ദാബ്, ധാരാളം കളവ് പറയുന്നവൻ എന്നാണ് അവനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെടുക. അതുകൊണ്ട് സത്യസന്ധത ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒരു നിർദ്ദേശമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. തൊട്ടതിനും കണ്ടതിനൊക്കെ കളവ് പറഞ്ഞ് എല്ലാ രംഗങ്ങളിലും, ബിസിനസ് രംഗങ്ങളിലൊക്കെ വിറ്റയക്കാൻ എന്തൊക്കെ കളവ് പറയാണ്ടതൊക്കെ പറഞ്ഞ് നമുക്കെന്തെങ്കിലും പോക്കറ്റിലെത്തണം, നമ്മുടെ പള്ള വീർക്കണം, ഈ ഒരു ചിന്തയിൽ ഹക്കും ബാത്തിലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത്. സത്യസന്ധത നമ്മൾ ശീലമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.